ആകാശഗംഗയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ജ്യോതിഷലോകത്ത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ദീർഘകാല പ്രവചനത്തെക്കുറിച്ചാണ്. നവഗ്രഹങ്ങളിൽ ഏറ്റവും നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന വ്യാഴം, ശനി, രാഹുകേതുക്കൾ എന്നിവയുടെ 2026 മുതൽ 2030 വരെയുള്ള രാശിമാറ്റങ്ങൾ വൃശ്ചികക്കൂറുകാരെ, അതായത് വിശാഖത്തിൻ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരെ എങ്ങനെ ബാധിക്കാൻ പോകുന്നു എന്നതിനെപ്പറ്റിയാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന പ്രയാസങ്ങൾക്ക് എപ്പോഴാണ് ഒരു ശാശ്വത പരിഹാരമൊക്കെ ഉണ്ടാകുന്നത്? ധനസ്ഥിതി, തൊഴിൽ, ആരോഗ്യം, കുടുംബജീവിതം എന്നിവയിലൊക്കെ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഈ 5 വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ആ പ്രധാന വഴിത്തിരിവുകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് വിശദമായി ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആശ്വാസ വാർത്തയിൽ നിന്ന് തന്നെ തുടങ്ങാം. ശനി 2027 ജൂൺ മാസം വരെ നിങ്ങളുടെ 5ാം ഭാവമായ മീനൻ രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് കുട്ടികളുടെയൊക്കെ കാര്യത്തിൽ ആശങ്കകളോ അല്ലെങ്കിൽ ചിന്താക്കുഴപ്പങ്ങളോ ഒക്കെ തന്നിരുന്ന ഒരു കാലമാണ്. എന്നാൽ 2027 ജൂൺ മുതൽ 2028 ഫെബ്രുവരി വരെയുള്ള കാലയളവിൽ ശനി മേടൻ രാശിയിലേക്ക് മാറ്റം നടത്തുന്നുണ്ട്. തുടർന്ന് 2028 ഫെബ്രുവരി മുതൽ ശനി നിങ്ങളുടെ 6ാം ഭാവത്തിലേക്ക് പൂർണ്ണമായി മാറുകയാണ്. ജ്യോതിഷപ്രകാരം 6ലെ ശനി ശത്രുനാശത്തിനും രോഗമുക്തിക്കും കടബാധ്യതകളൊക്കെ തീർക്കുന്നതിനും ഏറ്റവും ഉത്തമമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിങ്ങൾ അനുഭവിച്ച 7ര ശനിയുടെ ശേഷിപ്പുകളൊക്കെ ഉൾപ്പെടെ നിങ്ങളെ വിടാതെയൊക്കെ പിന്തുടർന്ന മാനസിക വിഷമങ്ങളിൽ നിന്നും സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്നുമൊക്കെ 2028 ഫെബ്രുവരിയോടുകൂടി നിങ്ങളൊരു പൂർണ്ണമായും മോചിതരാകുന്നതാണ്. കടങ്ങളൊക്കെ വീട്ടാൻ സാധിക്കുന്നതാണ്. തടസ്സപ്പെട്ട് കിടന്ന പല കാര്യങ്ങളും വേഗത്തിലാകുകയും 2030 ഏപ്രിൽ മുതൽ ശനി 7ാം ഭാവത്തിലേക്കൊക്കെ മാറുമെങ്കിലും ഈ 5 വർഷത്തെ വലിയൊരു ഭാഗം ശനി നിങ്ങളെ തുണയ്ക്കുക തന്നെ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഭാഗ്യത്തിൻ്റെ ദാതാവായ വ്യാഴത്തിൻ്റെ മാറ്റങ്ങൾ നോക്കാം. വ്യാഴം വളരെ പെട്ടെന്നാണ് ഈ 5 വർഷത്തിനിടയിൽ രാശികൾ മാറിമറിയുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ കയറ്റിയിറക്കങ്ങൾക്കൊക്കെ കാരണമാകാം. ഇത് ഘട്ടം ഘട്ടമായി പരിശോധിച്ചാൽ 2026 ജൂൺ 2 മുതൽ 2026 ഒക്ടോബർ 31 വരെ വ്യാഴം നിങ്ങളുടെ 9ാം ഭാവമായ കർക്കിടകത്തിലാണ് വരുന്നത്. ഇത് അതിശ്രേഷ്ഠമായ ഒരു കാലമാണ്. ഭാഗ്യപുഷ്ടിയൊക്കെ വർദ്ധിപ്പിക്കുന്ന ഒരു സമയമാണ്. പിതൃസ്വത്തൊക്കെ ലഭിക്കുക, അതുപോലെ ദൂരയാത്രകൾ, ഭാഗ്യാനുഭവങ്ങൾ ഒക്കെ ഈ കാലയളവിൽ നിങ്ങളെ തേടിയെത്തുന്നതാണ്. 2ാം ഘട്ടം 2026 ഒക്ടോബർ മുതൽ 2027 ജനുവരി 24 വരെ വ്യാഴം 10ാം ഭാവമായ ചിങ്ങത്തിലേക്ക് മാറുന്നുണ്ട്. ഈ സമയത്ത് തൊഴിൽ രംഗത്ത് ചില സ്ഥലം മാറ്റങ്ങളോ അല്ലെങ്കിൽ അധിക ഉത്തരവാദിത്തങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജോലിയിലൊക്കെ കഠിനാധ്വാനമൊക്കെ ചെയ്യേണ്ടതായും വരുന്നതാണ്. ഇനി 3ാം ഘട്ടം 2027 ജനുവരി മുതൽ 2027 ജൂൺ 25 വരെയാണ്. വ്യാഴം വീണ്ടും കർക്കിടകത്തിലേക്ക് തിരിച്ചു വരികയാണ്. മുൻപ് മുടങ്ങിപ്പോയ മംഗളകർമ്മങ്ങൾ, വിവാഹം, വീട് പണി എന്നിവയൊക്കെ ഈ സമയത്ത് നടക്കുന്നതുമാണ്. പിന്നീട് വ്യാഴം 2027 ജൂൺ മുതൽ 2028 ഫെബ്രുവരി വരെ 10ലും തുടർന്ന് 2028 ഫെബ്രുവരി മുതൽ കന്നി രാശിയിലോട്ട് 11ാം ഭാവത്തിലേക്കും രാശി മാറുന്നുണ്ട്. വൃശ്ചികക്കൂറുകാരുടെ ജീവിതത്തിലെ ഏറ്റവും സുവർണ്ണ കാലഘട്ടമായിരിക്കും ഇത്. ലാഭസ്ഥാനത്ത് വ്യാഴമൊക്കെ 2028 ശേഷം ലാഭസ്ഥാനത്ത് വ്യാഴമൊക്കെ വരുന്നത് വൃശ്ചികക്കൂറുകാർക്ക് വലിയ സാമ്പത്തിക നേട്ടങ്ങളും പുതിയ വരുമാന സ്രോതസ്സുകളും ഒക്കെ തരുന്നതാണ്. തുടർന്ന് 2029 മുതൽ 2030 വരെയുള്ള കാലഘട്ടത്തിൽ വ്യാഴം തുലാം, വൃശ്ചികം രാശികളിലായിട്ട് സഞ്ചരിക്കുന്നുണ്ട്. 2030ഓടെ വ്യാഴം നിങ്ങളുടെ ജന്മരാശിയിലേക്കൊക്കെ എത്തുന്നതിനാൽ ആരോഗ്യകാര്യത്തിലൊക്കെ ഈ സമയത്ത് അല്പം ശ്രദ്ധയും വേണം. ഇനി രാഹുകേതുക്കളുടെ സഞ്ചാരം നോക്കിയാൽ 2026 ഡിസംബർ 5 മുതൽ രാഹു 3ാം ഭാവമായ മകരത്തിലേക്ക് രാശി മാറുന്നുണ്ട്. കേതു 9ാം ഭാവമായ കർക്കിടകത്തിലേക്ക് മാറുന്നു. 3ലെ രാഹു നിങ്ങൾക്ക് അസാധ്യമായ ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ നൽകുന്നതാണ്. തൊഴിലിലൊക്കെ വൻ പുരോഗതിയൊക്കെ ഉണ്ടാക്കും. ശത്രുക്കളെയൊക്കെ 3ലെ രാഹു നിഷ്പ്രഭരാക്കുന്നതാണ്. 2028 ജൂൺ 23 മുതൽ രാഹു ധനുവിലേക്കും കേതു മിഥുനത്തിലോട്ടും 8ാം ഭാവം മാറുന്നു. ഈ സമയത്ത് സംസാരത്തിലൊക്കെ വളരെ നിയന്ത്രണം വേണം. കുടുംബത്തിലെ അസ്വാരസ്യങ്ങളൊക്കെ വരാതെയും നോക്കണം. അതായത് 2028 ജൂൺ 23 മുതൽ ധനപരമായ ഇടപാടുകളിലൊക്കെ അല്പം ജാഗ്രതയും പുലർത്തേണ്ടതാണ്.
2030 ജനുവരി 10 മുതൽ രാഹു നിങ്ങളുടെ ജന്മരാശിയിലേക്കും കേതു 7-ാം ഭാവത്തിലേക്കും വരുന്നുണ്ട്. ഈ സമയത്ത് പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ഇനി പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ ഈ കാലയളവിൽ കൂടുതൽ ശ്രദ്ധയൊക്കെ കൊടുക്കേണ്ട സമയമാണ്. നമുക്ക് ഈ ഗ്രഹസ്ഥിതി എല്ലാം കൂട്ടി വായിക്കുമ്പോൾ ലഭിക്കുന്ന പൊതുവായ ഫലങ്ങൾ നോക്കിയാൽ 2026 മുതൽ 2028 വരെയുള്ള കാലം പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാനും ജോലിയിൽ പ്രമോഷനൊക്കെ ലഭിക്കാനും അനുകൂലമാണ്. വിദേശത്തൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ 2026 പകുതിയോടെയും 2027 മികച്ച അവസരങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. 2029 പുതിയ പങ്കാളിത്ത ബിസിനസ്സുകളിലൊക്കെ ഏർപ്പെടുമ്പോൾ മാത്രം അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. സാമ്പത്തികമായിട്ട് വലിയൊരു കുതിച്ചുചാട്ടം ഈ 5 വർഷത്തിനിടയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് 2027 അവസാനവും 2028 മുൻപ് ആരെങ്കിലും പണമൊക്കെ തരാതെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഈ കാലയളവിൽ 2027-28 വർഷങ്ങളിൽ അതൊക്കെ തിരിച്ചു കിട്ടാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അതുപോലെ അവിവാഹിതരുടെ വിവാഹ കാര്യത്തിൽ 2026-27 വർഷങ്ങളിൽ തീരുമാനമൊക്കെ എന്തെങ്കിലും ഉണ്ടാകുന്നതാണ്. കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്കൊക്കെ സന്താന ഭാഗ്യമൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. എന്നാൽ 2029 2030 അല്പം ശ്രദ്ധിക്കണം. കുടുംബാംഗങ്ങളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് വാശികളൊക്കെ അല്പം ഉപേക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. കഴിഞ്ഞ കാലങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഈ സമയത്ത് ആരോഗ്യമൊക്കെ മെച്ചപ്പെടുന്നതും വിട്ടുമാറാത്ത രോഗങ്ങൾക്ക് നല്ലൊരു ശമനമൊക്കെ 2028 ഉണ്ടാകുന്നതുമാണ്. എങ്കിലും 2030 ജന്മരാശിയിൽ രാഹുമാറ്റം വരുമ്പോൾ യാത്രാവേളകളിലൊക്കെ അല്പം ശ്രദ്ധിക്കുന്നതും നന്നായിരിക്കും. വൃശ്ചികക്കൂറുകാർക്ക് വരാൻ പോകുന്ന 5 വർഷങ്ങൾ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങളുടെയും അതുപോലെ വിജയങ്ങളുടെയും ഒക്കെ ഒരു കാലമാണ്. എങ്കിലും ചെറിയ ദോഷങ്ങളൊക്കെ അകറ്റി നിർമ്മലമായ ഒരു മനസ്സൊക്കെ നിലനിർത്താൻ ചില ലളിതമായ പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. ശനിദോഷ ശാന്തിക്കായിട്ട് ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്ര ദർശനമൊക്കെ നടത്തി പ്രാർത്ഥിക്കുക. ശാസ്താവിന് നീരാഞ്ജനം വഴിപാട്, എള്ളുതിരി വഴിപാട് എന്നിവയൊക്കെ സമർപ്പിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ ഹനുമാൻ ചാലിസ ജപിക്കുന്നതും ഉത്തമമാണ്. വ്യാഴത്തിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടി വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും, ഇനി ജപിക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ വിഷ്ണു സഹസ്രനാമം കേട്ടാലും മതി, കേൾക്കുന്നതും വളരെയധികം ഗുണം ചെയ്യും. അതുപോലെ രാഹുകേതു ദോഷങ്ങൾക്ക് നാഗദൈവങ്ങൾക്ക് 100 പാലും ഒക്കെ സമർപ്പിക്കുക. ഭയപ്പെടേണ്ട യാതൊരു സാഹചര്യവും ഈ 2026 മുതൽ 2030 വരെയുള്ള കാലയളവിൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു നല്ല കാലമായിരിക്കും. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.